ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് എനിക്ക് കിട്ടിയ കുറച്ച് പുരസ്കാരങ്ങളൊന്ന് കാണിക്കാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഞാൻ എഴുത്തുകാരിയാണെന്ന് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ ഞാനത് ഷോക്കേസിൽ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിരുന്നു. കുറച്ച് ആദരവുകളും കുറച്ച് മത്സരങ്ങളിൽ കിട്ടിയ 1-2 സ്ഥാനങ്ങളൊക്കെ. അതിനിടയിൽ 2-3 എൻ്റെ ഹസ്ബൻഡിനും മകൻക്കും കിട്ടിയത്. ഹസ്ബൻഡ് ക്രിക്കറ്റും ഫുട്ബോളൊക്കെ കളിക്കുന്ന ആളാണ്. മകനും കുറച്ച് ഒരു മാജിക്കൊക്കെ കളിച്ചിരുന്ന ഒരാളാണ്. അപ്പോൾ പുരസ്കാരങ്ങൾ നമുക്കിങ്ങനെ കണ്ടു തുടങ്ങാം. ഇതൊക്കെ എനിക്കിങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ നിന്ന് കിട്ടുന്ന ഒരു പുരസ്കാരങ്ങളാണ്. അപ്പോൾ ഇന്ന് എൻ്റെ ചാനലിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു ചാനൽ തുടങ്ങുകയാണ് പുതിയതായിട്ട്, എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതൊക്കെ ഞാൻ ഷോക്കേസിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെച്ചതായിരുന്നു. അപ്പോൾ ആ ഫോട്ടോസ് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ പുരസ്കാരങ്ങളൊക്കെ ഒന്ന് കാണിക്കാം എന്നുള്ള ലെവലിൽ വെച്ചതാണ്. അപ്പോൾ നമുക്ക് പുരസ്കാരങ്ങളൊന്ന് പരിചയപ്പെടാം. ഇത് ഫസ്റ്റ് തന്നെ ഞാൻ എഴുതിയ പുസ്തകമാണ് കേട്ടോ. ഞാൻ എഴുതിയ റോസാതങ്ങൾ ചുവന്നപ്പോൾ എന്ന് പറഞ്ഞ പുസ്തകമാണ്. അത് ഫസ്റ്റ് ഞാൻ ഇറക്കിയത്. ഇത് പിന്നെ ഹസ്ബൻഡിന് കേരള സ്റ്റേറ്റ് സ്കൂൾ സിലബസ് സ്കൂളിൽ നിന്ന് കേരള സ്റ്റേറ്റ് ലെവലിൽ ഹസ്ബൻഡ് ക്രിക്കറ്റ് കളിക്കാനെന്തോ ഫുട്ബോൾ കളിക്കാനെന്തോ പോയ ഒരു സർട്ടിഫിക്കറ്റാണ് കേട്ടോ. സ്കൂളിൽ നിന്ന് കിട്ടിയതാണ് ഇത്. പിന്നെ ഇത് ഞാൻ ഉണ്ടാക്കിയ ഒരു കുപ്പിയിൽ ഡിസൈൻ ചെയ്തതാണ്. ഇതും ഞാനൊരു കുപ്പിയിൽ ഡിസൈൻ ചെയ്തതാണ്. അതിൻ്റെ അടുത്ത് മകൻ്റെ ഒരു മദ്രസയിൽ നിന്ന് കിട്ടിയ ഒരു സർട്ടിഫിക്കറ്റാണ്. പിന്നെ ഇതൊരാൾ എനിക്ക് ഗിഫ്റ്റ് തന്നത്. അത് ഞാൻ വിശദമായിട്ട് ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. ഇതൊരു ന്യൂ ഇയർ ഗിഫ്റ്റാണ്. പിന്നെ ഇത് ഡിമോസ് ഫർണിച്ചറിൻ്റെ ഒരു ഇതിന് പോയിരുന്നു, ഒരു ജഡ്ജ്മെൻറ്റിന് പോയിരുന്നു. അപ്പം കിട്ടിയൊരു ട്രോഫിയാണ്. പിന്നെ ഇതും മകന് കിട്ടിയ ഒരു മലബാറിൽ കിട്ടിയ ഒരു ട്രോഫിയാണ്. അവനെന്തോ കഴിവ് തെളിയിച്ചിട്ട് അങ്ങനെ കിട്ടിയതാണ്. പിന്നെ ഇത് ഞാൻ ഇന്ത്യൻ നാഷണൽ ആർട്ടിസ്റ്റ് യൂണിയൻ കോൺഗ്രസിൻ്റെ അവൻ്റെ ഒരു കുടുംബസംഘം ഉണ്ടായിരുന്നു, അന്ന് കിട്ടിയ ട്രോഫിയാണ്, പുരസ്കാരമാണ്. ഇത് മകനെന്തോ കഴിവ് തെളിയിച്ചിട്ട് കിട്ടിയതാണ്. ഇത് ഹസ്ബൻഡിൻ്റെ സ്കൂളിൽ നിന്ന് കിട്ടിയതാണ്. ഹസ്ബൻഡ് എന്തോ ക്രിക്കറ്റിനോ എന്തിനോ സ്കൂളിൽ നിന്ന് കിട്ടിയതാണ്. അവർക്ക് മറ്റേ ആലത്തിയൂർ സ്കൂളിൽ നിന്ന് കിട്ടിയതാണ്. പിന്നെ ഇത് മകൻക്ക് അന്ന് കുടുംബസംഗമത്തിൻ്റെ അന്ന് അവരെന്തോ മാജിക്കിന് കിട്ടിയതാണ്. ഇതും മകൻക്ക് കിട്ടിയതാണ് കേട്ടോ. മകൻക്ക് എന്തിനോ. ഇത് പിന്നെ തെരുവോരം ഡിസ്ട്രിക്റ്റുകാരെന്ന് പറഞ്ഞ സംഘടന എനിക്ക് ആദരവ് തന്നതാണ്. പിന്നെ ഇത് ഒരു സെലഫി സ്കൂളിൽ നിന്ന് കിട്ടിയതാണ്. സെലഫി സ്കൂളിൽ നിന്ന് ഒരു ആദരവ് ഉണ്ടായിരുന്നു. പിന്നെ ഇത് പൈതുരുത്തി സുബ്രഹ്മണ്യൻ സാഹിത്യ പുരസ്കാരം എന്ന് പറഞ്ഞിട്ട് ഒരു പുരസ്കാരം കിട്ടിയിരുന്നു. കവിതയ്ക്ക്, ജീവിതയാത്ര കവിത, അതിൽ നിന്ന് കിട്ടിയ പ്രശസ്തി പത്രമാണ്. അവിടുന്ന് കിട്ടിയൊരു പുരസ്കാരമാണത്. ഇത് എനിക്ക് കിട്ടിയൊരു അവാർഡായിരുന്നു. പിന്നെ ഉള്ളത് ഇത് മകൻ്റെ മദ്രസയിൽ നിന്ന് കിട്ടിയ സർട്ടിഫിക്കറ്റാണ്. മദ്രസയിലെ ഒരു സർട്ടിഫിക്കറ്റാണ്. പിന്നെ ഇത് എനിക്ക് എൻ്റെ നാട്ടിൽ നിന്ന് ഞാൻ ചെറുപ്പത്തിൽ ആദ്യാക്ഷരം കുറിച്ച എൻ്റെ സ്കൂളിൽ നിന്ന്, ചെറിയ സ്കൂളിൽ നിന്ന് കിട്ടിയൊരു ആദരവാണ്. പിന്നെ അടുത്തത് വരികയെന്ന് വെച്ചാൽ ഇത് തൂലിക നവമാധ്യമ കൂട്ടായ്മക്ക് എനിക്ക് 2ാം സ്ഥാനം കിട്ടിയത്, ഒരു ബാലസാഹിത്യ മത്സരത്തിന് 2ാം സ്ഥാനം കിട്ടിയതാണ്. പിന്നെ ഇത് കഥയിടം എന്ന് പറഞ്ഞ പൂക്കാസൻ്റെ കഥയിടം എന്ന് പറഞ്ഞ സംസ്ഥാന കഥാശില്പശാലയിലേക്ക് എന്നെ തിരഞ്ഞെടുത്തിരുന്നു. അങ്ങനെ അവിടെ നിന്ന് കിട്ടിയ പ്രശസ്തി പത്രമാണ്. പിന്നെ ഇത് എഴുത്തോരം എന്ന് പറഞ്ഞിട്ട് വേറൊരു ശില്പശാല ഉണ്ടായിരുന്നു, യുവ സാഹിത്യ ക്യാമ്പ്, യുവജനങ്ങൾക്കുള്ള, അവിടെ നിന്ന് കിട്ടിയതാണ്. പിന്നെ ഇത് ഞങ്ങളുടെ നാട്ടിൽ ഞാനിപ്പോൾ താമസിക്കുന്ന എൻ്റെ ഹസ്ബൻഡിൻ്റെ നാട്ടിൽ നിന്ന്, ഹസ്ബൻഡ് പഠിച്ച സ്കൂളിൽ നിന്ന്, ചെറിയ സ്കൂളിൽ നിന്ന് കിട്ടിയ ഒരു പുരസ്കാരം എനിക്ക് കിട്ടിയതാണ്. ഇത് ഹസ്ബൻഡിന് കിട്ടിയത്, ഹസ്ബൻഡിന് ഗൾഫിൽ നിന്ന് വരുമ്പോൾ ഹസ്ബൻഡിന് കിട്ടിയ ഒരു ആദരവാണ്. ഇത് ഹസ്ബൻഡ് സ്കൂൾ പഠിച്ചിരുന്ന കാലത്ത് കോൽക്കളിക്ക് കിട്ടിയൊരു സർട്ടിഫിക്കറ്റാണ്. പിന്നെ ഇത് ഞാൻ തന്നെ ചെയ്തതാണ് കേട്ടോ. ഞാൻ ഒരു ഡിസൈനറും കൂടെ അന്ന് എല്ലാവർക്കും അറിയാലോ. പിന്നെ ഇത് എനിക്ക് എൻ്റെ നാട്ടിൽ നിന്ന്, ഞങ്ങളിപ്പോൾ വേറെ മാറി താമസിക്കുകയാണ്, പാറശ്ശേരിയിൽ നിന്ന് കിട്ടിയതാണ്. ഇത് എനിക്ക് അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞില്ല, അതിൻ്റെ ട്രോഫിയാണ്. പൈതുരുത്തി സുബ്രഹ്മണ്യ സാഹിത്യ മത്സരത്തിൻ്റെ ട്രോഫിയാണ്. ഇത് മകന് എന്തിനോ കിട്ടിയതാണ്. പിന്നെ ഇത് ഞാൻ നാടകമേള ഉണ്ടല്ലോ, ആക്റ്റീവ് നാടകമേള, ഇതിനു വേണ്ടിയിട്ട് എന്നെ സെലക്ട് ചെയ്തിരുന്നു, അന്ന് കിട്ടിയതാണ്. പിന്നെ ഇത് ഞങ്ങളെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് മകൻ ഗിഫ്റ്റ് എന്നതാണ്. പിന്നെ ഇതൊക്കെ ഹസ്ബൻഡിന് കിട്ടിയതാട്ടോ. ക്രിക്കറ്റിനും ഫുട്ബോളിനൊക്കെ ഹസ്ബൻഡിന് കിട്ടി. പിന്നെ ആ ഉള്ളിലിരിക്കുന്ന സംഭവം എനിക്കൊരു ന്യൂ ഇയർ ആയിട്ട് ഒരാൾ ഗിഫ്റ്റ് എന്നതാണ്.
പിന്നെ ഈ പെന്നൊക്കെ ഹസ്ബൻഡ് ഗിഫ്റ്റ് കൊണ്ടുവന്നത്. ഇത് ഞാൻ വാങ്ങിയതാണ്, നീള ഫെസ്റ്റ് പറയുന്നത്. ഇത് എൻ്റെ 2ാമത്തെ പുസ്തകമാണ്. പിന്നെ ഇത് കലാ കൾച്ചറൽ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞിട്ട് വേറൊരു സാഹിത്യ ക്യാമ്പിനെ എന്നെ വിളിച്ചിരുന്നു, അന്ന് കിട്ടിയതാണ്. ഇത് പിന്നെ കണ്ടല്ലോ, ഇത് കണ്ടല്ലോ, വേറെ സാഹിത്യ ക്യാമ്പിൻ്റെ ഒരു സംഭവമാണ്. പിന്നെ നേരത്തെ കണ്ട ആ ഒരു ഇതില്ലേ, ഒരു ആലില കൊണ്ട് ഉണ്ടാക്കിയ ആ ഗിഫ്റ്റ് ഇപ്പോൾ കാണിച്ചു തന്നതാണ് കേട്ടോ. ഇതാണ് ആ ഗിഫ്റ്റ്. ഇത് ഫസ്റ്റ് ഇത് ആള് ഒരു ഹാൻഡ് മെയ്ഡാണ്. ഇത് കൈ കൊണ്ട് ഉണ്ടാക്കിയ ആലില വെച്ചിട്ട് ഉണ്ടാക്കിയ ഒരു സംഭവമാണ്. ഇതൊക്കെ ഭയങ്കര ഇഷ്ടമായി. താങ്ക് യു